ബിഗ് ബോസിലെ ഇന്നത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ഒരാൾ ചെയ്യുന്നത് മറ്റൊരാൾ അനുകരിക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ അനുമോളെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടാസ്ക് ലെറ്റർ നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രീസ് വായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അനുമോളാണ് ഇത് ചെയ്യുന്നത്. അനുമോൾ ചെയ്യുന്നതെല്ലാം നമ്മുടെ ജിസയിൽ അനുമോളെ അനുകരിക്കണം. അങ്ങനെ 8ൻ്റെ പണിയാണ് നമ്മുടെ ജിസയിലിന് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ടാസ്ക് നമ്മുടെ അനുമോൾ കൊണ്ടുപോകും എന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. ഒനിയിലും പിന്നെ ഷാനവാസുമാണ്. ഷാനവാസ് ചെയ്യുന്നതെല്ലാം നമ്മുടെ ഒനിയിൽ അനുകരിക്കണം. അങ്ങനെ ഈ 2 ടീംസിനെയാണ് എല്ലാവരും കൂടി സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒനിയിലിനും ജിസേലിനുമാണ് ഇവിടെ 8ൻ്റെ പണി കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഇത്. നമ്മുടെ അനുമോൾ ഇതിൽ പൊളിച്ചടുക്കിയെന്ന് പറയണം. കാരണം അനുമോൾ ഈ ഒരു ടാസ്കിന് വേണ്ടിയായിരിക്കണം ഇത്ര വെയിറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ എൻജോയ് ചെയ്തിട്ടാണ് അനുമോൾ ഈ ടാസ്ക് ചെയ്തിരിക്കുന്നത്. അനുമോളെ കൊണ്ട് മാക്സിമം പറ്റാവുന്ന എല്ലാം അനുമോൾ ചെയ്തിട്ടുണ്ട്. കാരണം ഈ ചെയ്യുന്നതെല്ലാം ജിസയിൽ ചെയ്യണം. അങ്ങനെ ജിസേലിന് 7ൻ്റെയും 8ൻ്റെയും 9ൻ്റെയും ഒക്കെ പണിയാണ് നമ്മുടെ അനുമോൾ കൊടുത്തത്. അങ്ങനെ ഇപ്പോൾ അനുമോൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആടിപ്പാടി ഡാൻസ് ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ ജിസയിൽ ചെയ്യുന്നു. പിന്നെ അനുമോൾ നമ്മുടെ പ്ലാച്ചിക്കുട്ടനെ എടുത്ത് കൊഞ്ചിക്കുകയും കളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിന്നെ ഇന്ന് ഞാൻ കുളിപ്പിച്ചു, ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ട് കുളിപ്പിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ജിസയിലും പറയുന്നുണ്ട്. വളരെ എൻജോയ് ചെയ്തിട്ടാണ് കേട്ടോ അനുമോൾ ഈ ടാസ്ക് ചെയ്യുന്നത്. അങ്ങനെ ജിസയിൽ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. പിന്നെ അനുമോൾ ഓടി നടന്ന് മാക്സിമം സ്ക്രീൻ മൊത്തം അവൾ കൈയടക്കുന്നുണ്ട്. അങ്ങനെ ജിസയിൽ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കേട്ടോ എല്ലാം ചെയ്യാനായിട്ട്. ഈ ഒരു ചെറിയ സമയത്തിനുള്ളിൽ നമ്മുടെ അനുമോൾ ജിസേലിന് കൊടുക്കാത്ത പണികളൊന്നും തന്നെ ഇല്ല. അപ്പോൾ ബിഗ് ബോസ് ഉദ്ദേശിച്ചതും ഇത് തന്നെയാണ്. ടാസ്ക് വളരെ രസകരമായിട്ട് നമ്മുടെ അനുമോൾ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ അനുമോൾക്ക് തന്നെയാണ് ഈ ഒരു ടാസ്ക് കിട്ടേണ്ടിയിരുന്നത്. കാരണം ഈ ടാസ്ക് അടിപൊളിയാക്കിയത് നമ്മുടെ അനുമോൾ കാരണം കൊണ്ട് തന്നെയാണ് കേട്ടോ. മറ്റുള്ളവരെല്ലാം ഇത് കണ്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ അനുമോളുടെ ഈ സംഗതികൾ. പിന്നെ നമ്മുടെ അഭിലാഷ് അനുമോളെ എടുത്ത് പൊക്കുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട്, അയ്യോ ഇതെനിക്ക് വേണ്ട, ഇതിന് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം എൻജോയ് ചെയ്താണ് ഈ ഒരു ടാസ്ക് ഇവർ രണ്ടുപേരും ചെയ്യുന്നത്. അതിനിടയിൽ നമ്മുടെ ആദില ജിസേലിനോട് ഒന്ന് കൊമ്പ് തുറക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട്, ഞാൻ ടാസ്കിലാണ്. അതിനുശേഷം അനുമോൾ ഓടി ആടിപ്പാടിയൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സമയത്താണ് നമ്മുടെ അനുമോൾ ഫ്രിഡ്ജിൽ നിന്നും ഐസ് എടുത്ത് വായിലിടുന്നത്. അങ്ങനെ 2 കവളിലും വലിയ ഐസ് എടുത്ത് നമ്മുടെ അനുമോൾ വായിലിടുന്നുണ്ട്. ജിസേലിന് ചെയ്യാൻ പറ്റുന്നില്ല, എന്നാലും ജിസേൽ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരമൊക്കെ അനുമോൾ ഈ ഐസ് എടുത്ത് വായിലിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവിടെ നിന്ന് ജിഷിൻ അനുമോളോട് ഓരോന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഐസ് വായിലിട്ടുകൊണ്ട് തന്നെ അനുമോൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ജിസേലിന് പറ്റുന്നില്ല, എന്നാലും ജിസേൽ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം ഏറ്റവും നല്ല രസകരമായിട്ടുള്ളൊരു പണി നമ്മുടെ ജിസേലിന് കൊടുക്കുന്നുണ്ട് അനുമോൾ അവിടെ നിന്നിട്ട് ടോയ്ലറ്റിൻ്റെ ഏരിയ, ബാത്റൂമിൻ്റെ ഏരിയയിലൊക്കെ നിന്നിട്ട് അടിച്ചു വാരുന്നുണ്ട്. അതും ഇരുന്നിട്ടൊക്കെയാണ്, മുട്ടിലിരുന്നിട്ടാണ് അടിക്കുന്നത്. ജിസേലും അതുപോലെ തന്നെ ചെയ്യുന്നുണ്ട്. ജിസേലിന് പറ്റുന്നില്ല മുട്ടിലിരിക്കാനൊന്നും, എന്നാലും ചെയ്തല്ലേ പറ്റൂ.